തേച്ച് ഉറങ്ങണ ചമയാണീ അല്ലേ? ആ, അവൾക്കിപ്പോ പുതപ്പും വേണ്ട, ഒന്നും വേണ്ട. ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയോടെ കാണലിലടെ പൊട്ടാ നടക്കുന്നല്ലേ നീ എന്നോട് ചോദിക്കണം, മനസ്സിലായി? അമ്മയോടെ കാണിച്ചോ? ഞങ്ങള് രാവിലെ മൂന്നും കഴിച്ച ഓർമ്മ. ഓ, ഈ ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോ എന്താണ് അതിന്റെ സിംറ്റംസ് ഉണ്ടാവുക? ആക്ച്വലി അവരുടെ ഹാർട്ട് ബീറ്റ് കുറെ നല്ലോണം കൂടും, ബോഡി ടെമ്പറേച്ചറും കൂടും. പിന്നെ ഈ സലൈവ ഇല്ലേ, അത് കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ക്ഷീണം തോന്നും, മൂവ് ചെയ്യാൻ പറ്റാണ്ടേ. ഇപ്പോൾ അതാണ് എൻ്റെ ഒരു അറിവ്. ചില ഡോഗ്സിന് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നാക്ക് ഭയങ്കര റെഡ് ആവും അത്ര. ഓ ശരി. ചില ഡോഗ്സിന് പിന്നെ വേറെന്തോ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഈ മൂക്കിന്റെ തുമ്പത്തുള്ള വെള്ളം ഉണ്ടാവില്ല, ഫുൾ ഡ്രൈ ആവും. അതാണ് ഒരു ഹൈഡ്രേറ്റഡ് ആണോ എന്നുള്ളത്. അതെ അതെ, നമ്മൾ എപ്പോഴും മൂക്കിന്റെ അടുത്ത് തൊട്ട് നോക്കിയാൽ ഒരു വെറ്റ്നെസ് ഉണ്ടാവണം. എന്തേ മൂക്കിന്റെ അവിടെ തൊട്ട് നോക്കാൻ പാടില്ല? ഞാൻ തൊട്ട് നോക്കും. ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയും? ഹീറ്റ് സ്ട്രോക്ക് വന്നാല്, ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് തോന്നിയാല് നനഞ്ഞ ടവൽ എടുക്കുക. അവരുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, അപ്പൊ പതുക്കെ ഒറ്റയടിക്ക് അവരുടെ മേല് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ചായിട്ട് അവരുടെ വയറ്, നെക്ക്, പിന്നെ കാലിൻ്റെയും കൈൻ്റെയും ഈ ഭാഗം, എന്താ പറയുക, ഈ ഭാഗം കുറഞ്ഞ ഭാഗങ്ങളിൽ, അപ്പോൾ അവിടെയൊക്കെ നനഞ്ഞ തുണി എടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. പോസ് പെട്ടെന്ന് തണുക്കാൻ, പോസിലൂടെ അവർക്ക് പെട്ടെന്ന് തണുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യരുത്, തണുത്ത വെള്ളം ഒഴിക്കരുത്, നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കുടിക്കാൻ വെള്ളം കൊടുക്കുക. വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഐസ് ക്യൂബ്സ് കൊടുത്താലും മതി. ഒരു ഐസ് ക്യൂബോ 2 ഐസ് ക്യൂബോ കൊടുക്കാം. ഇതൊക്കെ ചെയ്യുക. പക്ഷെ ചെയ്ത പാടെ തന്നെ നമ്മൾ വെറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വെറ്റിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. കാരണം ഇവരുടെ പൾസും ഹാർട്ട് ബീറ്റും എല്ലാം എഫക്റ്റ് ചെയ്യും. അതെ, ഇവർക്ക് ഇപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് വരാൻ ഒരു 30 ഡിഗ്രി ധാരാളമാണ് അത്ര. അപ്പോൾ കഴിയുന്നത് ഷെയ്ഡ്സിൽ നടത്തുക. ഈ പറയുന്ന മെയിനായിട്ട് ബ്രീഡ് ഡോഗ്സിനാണ് കേട്ടോ. അതെ അതെ, ഇൻഡി ഡോഗ്സിന് അവരത് ഓൾറെഡി ചെറുപ്പം മുതലേ യൂസ് ടു ആയതുകൊണ്ട് അതൊരു വിഷയം ഉണ്ടാവില്ല. നിങ്ങൾക്കതൊരു നോർമൽ ഡേ ആയിരിക്കും. പക്ഷേ അവർക്ക് ആ ചൂട് അവർക്ക് പറയാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോ നിലത്തിൻ്റെ മൂലയിൽ പോയി കിടക്കും. ഈ എന്താ പറയുക, ചുമരിനോട് ചാരിയിട്ട്, അങ്ങനത്തെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ ഭാഗത്ത് അവിടെയൊക്കെ പോയി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരത് ചൂടുള്ളതുകൊണ്ടാണ് അവിടെ പോയി കിടക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഇവള് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക. കാരണം ഞാൻ ഉറങ്ങുമ്പോണ്ടല്ലോ താണ്ട് കുറുമ്പാണ് ഇവൾക്ക്. നോണ്ടി നോക്കും, വിളിച്ചു നോക്കും, ഇനി ഒന്നും കണ്ടില്ല മുഖത്തേക്ക് അടിക്കുകയൊക്കെ ചെയ്യും. അതിന് അവളുടെ അമ്മയാണ് വയ്യാതെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനക്കം പോലും അവള് അനങ്ങില്ല, അമ്മേനെ ബുദ്ധിമുട്ടിക്കില്ല, ഇതൊന്നുമില്ല. അച്ഛൻ ഒരു ദിവസം വയ്യാണ്ടായിട്ട് തലവേദനിക്കണമെന്ന് വന്ന് കിടന്നു കഴിഞ്ഞാൽ നെഞ്ഞത്ത് കഥകളിയും വിളിച്ചിട്ട് അയാൾ ഇറങ്ങോളൂ. അപ്പം അതുകൊണ്ട് അവളിങ്ങനെ ഉറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അത് വിഷയമല്ല, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ ഉള്ളു. ആ കണ്ടാ, നക്കി ചാക്ക്. ഈ പതുപ്പ് മാറ്റിക്കും, അവൾക്ക് നല്ല ചൂടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നക്കി കഴിഞ്ഞാൽ അച്ഛനെ കുടിക്കണ്ട. ഇനി വാ, എന്നാ ഇവിടെ ഒരു കൈയുണ്ട്, ഇനി 2 കാലുണ്ട്. നിന്റെ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ നീ ഒന്നും ചെയ്യില്ലെന്ന്. വേണ്ട, നീ ചോപ്പിടണ്ട, തള്ളു പിടിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. രണ്ടും കൂടി തല്ലുണ്ടാക്കാൻ ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവളെ എനിക്ക് ഒരൊറ്റ ഇതിലേ ഉള്ളൂ, വെയിലത്ത് ഉച്ചക്ക് നടക്കാൻ പോവാ. പുറത്തിറങ്ങിയ മദാമ ഉള്ളിൽ കയറാൻ ഭയങ്കര പാടാണല്ലോ. അതാണ്.
കണ്ണും വെച്ച് കൊണ്ടക്കണ്ണി. പിന്നെ ജാട കണ്ടുപിടിച്ചത് അവളാണ്. ആ ആ മര്യാദ കൊടുത്ത് വേണ്ടെന്ന് വേണ്ട വേണമെന്ന്.